ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 3. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്തരായനം കാത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹരുടെ അടുത്തെത്തി യുധിഷ്ഠിരൻ 6 സംശയങ്ങൾ ആരായുകയാണ്. ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദേവൻ? ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യസ്ഥാനം എന്താണ്? ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാണ് അർച്ചിക്കേണ്ടത്? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായി അങ്ങ് കണക്കാക്കുന്നത് എന്താണ്? ആരെ ജപിച്ചാലാണ് ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചനം സാധ്യമാകുന്നത്? ഇനി ഭീഷ്മർ ഇതിനുള്ള മറുപടി നൽകുകയാണ്. 6ാമത്തെ ചോദ്യമായ ആരെ പ്രാർത്ഥിച്ചാലാണ് കർമ്മബന്ധങ്ങളിൽ നിന്ന് ഒരു മോചനം സാധ്യമായി മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് ഭീഷ്മർ ആദ്യം തന്നെ മറുപടി കൊടുക്കുന്നത്. എന്താണ് ഭീഷ്മർ പറയുന്നത് നോക്കാം. ശ്രീ ഭീഷ്മ ഉവാച ജഗത് പ്രഭും ദേവദേവം അനന്തം ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതത ഉദ്ദിതഃ പുരുഷ സതതോദിതഃ തം ഏവ ച അർച്ചയന്നിത്യം തമേവ ചാർച്ചയന്നിത്യം ഭക്ത്യാം പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യം ച യജമാനഃ തം ഏവ ച യജമാനസ്തവമേവ ച എന്ന് ചേർത്ത് വായിക്കുന്നു. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാതികഃ ഭവേത് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം ജഗത് പ്രഭും ജഗത്തിനു മുഴുവൻ പ്രഭുവായ പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിന് മുഴുവൻ അധിപതിയായ ദേവദേവം ദേവന്മാർക്കും ദേവനായ ദേവന്മാരുടെ പോലും രക്ഷകനായ ആ ഭഗവാൻ വിഷ്ണു അനന്തം ഭഗവാൻ പ്രപഞ്ചത്തോളം വ്യാപിച്ച് കിടക്കുന്നു. ഭഗവാന് ആദിയും അന്തവുമില്ല. അനാദിയായി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ഭഗവാൻ വിഷ്ണു നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ ആകാശത്തോളം വലുപ്പമുള്ള അല്ലെങ്കിൽ സമുദ്രത്തോളം വലുപ്പമുള്ള എന്ന് ഭഗവാനെ അങ്ങനെ കുറച്ച് കാണാറുണ്ട്. പക്ഷേ ഭഗവാന്റെ ആ വലുപ്പം അളന്ന് തിട്ടപ്പെടുത്തുക സാധ്യമല്ല. അപ്പോൾ അപ്രകാരം അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന പുരുഷോത്തമം ഒരു ജീവൻ്റെ അടിസ്ഥാന തത്വങ്ങളായി പറയുന്നത് പുരുഷനെയും പ്രകൃതിയാണ്. പുരുഷനും പ്രകൃതിയും ചേർന്നാണ് സൃഷ്ടി സാധ്യമാകുന്നത്. അപ്പോൾ അപ്രകാരം ഉത്തമ പുരുഷനായ കളങ്കമേതും തട്ടാത്ത ബ്രഹ്മസ്വരൂപിയായ പുരുഷോത്തമനായ ഭഗവാൻ വിഷ്ണു, ആ വിഷ്ണുവിനെ സ്തുതിക്കുക. എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? നാമസഹസ്രേണ ആ ഭഗവാൻ വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങൾ 1000 നാമങ്ങൾ സതതം എല്ലായ്പ്പോഴും മനസ്സിലോർത്ത് ഭഗവാനെ സ്തുതിക്കുക. എല്ലായ്പ്പോഴും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് എപ്പോഴും നാമം ചൊല്ലുക എന്നുള്ള അർത്ഥമല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാന് അർപ്പിക്കുക എന്ന അർത്ഥം. ഉദ്ദിതഃ ഇപ്രകാരം ഒരു പ്രയത്നം ചെയ്യുന്ന, സ്വയം മോക്ഷത്തിനായി ഒരു പ്രയത്നം ചെയ്യുന്ന ആ സാധകന് എന്ത് സാധ്യമാകുന്നു? ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചനം സാധ്യമാകുന്നു. അവന് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നു. തം ഏവ ച അർച്ചയന്നിത്യം ഭക്ത്യാം പുരുഷം അവ്യയം ധ്യായൻ സ്തുവൻ നമസ്യം ച യജമാനഃ തം ഏവ ച യജമാനസ്തവമേവ ച. ഇനി ആ പുരുഷോത്തമനായ ഭഗവാന് വ്യയങ്ങളൊന്നും തീണ്ടിയിട്ടില്ല. വ്യയം എന്നാൽ കളങ്കം.
കുറവ്, കോട്ടം, ക്ഷയം എന്നൊക്കെയുള്ള അർത്ഥം. വൃദ്ധിക്ഷയങ്ങൾ ഏതുമില്ലാത്ത, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന, ആദിയും അന്തവുമില്ലാത്ത നിത്യനായ ബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ നിത്യവും ഭക്തിയോടെ തം ഏവച അർച്ചയൻ അർച്ചിക്കുവിൻ, വിവിധ ദ്രവ്യങ്ങൾ നൽകി അർച്ചിക്കുവിൻ, ധ്യായൻ ഏറ്റവും ശ്രദ്ധയോടെ ധ്യാനിക്കുവിൻ, സ്തുവൻ സ്തുതിക്കുവിൻ, നമസ്യം നമസ്കരിക്കുവിൻ. അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ സകല ഗുണങ്ങളുടെയും ഒരു ഗുണഭോക്താവായി ആ സാധകൻ മാറുന്നു. അനാദി നിധനം വിഷ്ണും സർവലോക മഹേശ്വരം. ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാതികാ ഭവേത്. അനാദി നിധനം, ആദിയും അന്തവുമില്ലാത്ത, വൃദ്ധിക്ഷയങ്ങളില്ലാത്ത, സദാ എല്ലായ്പ്പോഴും ഇവിടെ നിലനിൽക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലും പ്രപഞ്ചം നശിക്കുന്ന ആ മഹാപ്രളയ സമയത്തും ഇവിടെ ഉണ്ടാകുന്ന ആ ഭഗവാനെ, വിഷ്ണു മഹാവിഷ്ണുവിനെ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന സർവവ്യാപിയായ ആ ഭഗവാനെ, സർവലോക മഹേശ്വരം, ഈ ലോകങ്ങളിൽ വെച്ച് ഏറ്റവും മഹാനായ ആ ഈശ്വരനെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ഭഗവാനെ, ലോകാധ്യക്ഷം, ഈ ലോകത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന, ഒരു യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന, പ്രിസൈഡ് ചെയ്യുന്ന ആളാണ് ആ യോഗം എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്. അപ്രകാരം ലോകത്തിൻ്റെ മുഴുവൻ അധ്യക്ഷനായിരിക്കുന്ന ലോകാധ്യക്ഷനായ ആ ഭഗവാനെ സ്തുവൻ നിത്യം സർവ ദുഃഖാതികോ ഭവേത്. ആ ഭഗവാൻ വിഷ്ണുവിനെ, ആ പ്രപഞ്ചനാഥനെ, ആ നിത്യനായവനെ, ആ കളങ്കം തട്ടാത്ത അവനെ നിത്യവും സ്തുതിക്കുന്നതിലൂടെ സർവ ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു. ദുഃഖങ്ങളില്ലാതെയാകുന്നു എന്നുള്ളത് കൊണ്ട് ആ ജീവിതം പൂർണ്ണമായ സുഖമാകുന്നു എന്നതിലപ്പുറം ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് ഭഗവാൻ നൽകുന്നു എന്നൊരർത്ഥം എടുക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ സമാധാനം നൽകുക. ഇനി ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതാഭവോദ്ഭവം. ബ്രഹ്മണ്യം, ബ്രാഹ്മണന്മാർക്ക് ഏറ്റവും അനുയോജ്യമായതെന്തോ അത് നൽകിയവരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനം നേടിയ ഏതൊരു വ്യക്തിയും ബ്രാഹ്മണനാണ്. അപ്രകാരം സ്വയം അറിഞ്ഞ ഈ പ്രപഞ്ചമാകുന്ന സത്യത്തെ അറിയാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും അയാൾക്ക് ഏറ്റവും അനുയോജ്യമായതെന്തോ അത് നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാൻ. സർവധർമ്മജ്ഞം, ധാർമ്മികത ഉത്ഭവിക്കുന്നത് തന്നെ ഭഗവാനിൽ നിന്നാണ്. ധർമ്മിഷ്ഠനായ സർവധർമ്മങ്ങളുടെയും കേന്ദ്രമായ സർവധർമ്മജ്ഞനായ ഭഗവാൻ. ലോകാനാം കീർത്തിവർദ്ധനം, തൻ്റെ ഭക്തനെ, ഈ ലോകം മുഴുവൻ പ്രശസ്തനാക്കുന്ന, ഭക്തന് കീർത്തി ഏകുന്ന ആ ഭഗവാൻ. അർജുനനെ ലോകത്തോളം ഉയർത്തിയ, ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാക്കി ഉയർത്തിയ ആ ഭഗവാൻ. ഭക്തൻ്റെ ഉള്ളിൽ ലോകത്തോളം ഉയരാൻ വേണ്ടതെല്ലാം നൽകി അവനെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ. ലോകനാഥം, ലോകത്തിന് മുഴുവൻ ആശ്രയമായ ആ ഭഗവാൻ വിഷ്ണു. ആ ഭഗവാൻ വിഷ്ണു മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ഭഗവാൻ മഹദ്ഭൂതമാണെന്ന് പറയുന്നു. ഭഗവാനാണ് പ്രപഞ്ചത്തിലുള്ള ഏക സത്യം, ഏക യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ കാണുന്നതെല്ലാം തന്നെ ഭഗവാൻ ക്രിയേറ്റ് ചെയ്യുന്ന മായയാണ്. ആ ഭഗവാനിൽ നിന്നാണ് സർവഭൂതഭവോദ്ഭവം, മറ്റെല്ലാം തന്നെ ജനിക്കുന്നത്. മറ്റെല്ലാ ഭൂതങ്ങളും ഭൂജാതരാകുന്നത് ആ ഭഗവാൻ എന്ന മഹദ്ഭൂതത്തിൽ നിന്നാകുന്നു. ആ ഭഗവാനെ
നിത്യം ഭക്തിയോടെ സ്തുതിക്കുക, അർച്ചിക്കുക, നമസ്കരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സാധകന് എന്ത് സംഭവിക്കുന്നു? ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും മോക്ഷം പ്രാപ്യമാവുകയും ചെയ്യുന്നു എന്ന് ഭീഷ്മർ 6ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു. ഇവിടെ വൈഷ്ണവ മതത്തിൻ്റെ ഭാഗമായ ശ്രീ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ വിഷ്ണുവാണ് പ്രപഞ്ചനാഥൻ, ദേവദേവൻ എന്നൊക്കെയുള്ള വർണ്ണനകൾ നമുക്ക് കാണാം. ശാക്തേയ മതത്തിൻ്റെ ഭാഗമായ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പ്രകാരം ശ്രീലളിതാ ത്രിപുരസുന്ദരി അല്ലെങ്കിൽ ആദിപരാശക്തിയാണ് പ്രപഞ്ചനാഥ. ഇനി ശിവസഹസ്രനാമം എടുത്താൽ ഭഗവാൻ ശിവനെ പ്രപഞ്ചനാഥനായി, ലോകമഹേശ്വരനായി വർണ്ണിക്കുന്നത് കാണാം. അപ്പോൾ ഒരേ ശക്തിയെ നമ്മളിങ്ങനെ വിവിധ ഭാവങ്ങളിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വർണ്ണിക്കുന്നു, ആരാധിക്കുന്നു. ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോദിതഃ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യം ച യജമാനസ്തവമേവ ച. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികാ ഭവേത് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതാഭവോദ്ഭവം.